നീ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? എനിക്ക് സന്തോഷം സഹിക്കാൻ പറ്റില്ല രമണ. വയനാട്ടിൽ രക്ഷാപ്രവർത്തനം നടത്തിയ സൈന്യത്തെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തിയ ആൾക്കെതിരെ പോലീസ് കേസെടുത്തു. കണ്ടെത്തി പണിയും വരമ്പത്ത് കൂലിയും എന്നാ പ്രമാണം. എന്ന് വെച്ചാൽ കൂലി എത്രയും പെട്ടെന്ന് കിട്ടുന്ന അർത്ഥം. ശേഷക്രിയക്ക് എന്തെങ്കിലും ബാക്കി കിട്ടിയാൽ മതിയായിരുന്നു. തിരുവല്ല സ്വദേശി അജു അലക്സിനെതിരെയാണ് കേസെടുത്തത്. വളരെ നന്നായി. കൊടുക്കേണ്ടത് അപ്പൊ തന്നെ കൊടുക്കണം, അല്ലെങ്കിൽ അവനൊക്കെ തലയിൽ കയറും. മോഹൻലാൽ വയനാട് സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ടാണ് അധിക്ഷേപ പരാമർശം. ബാലുഭായ്, എന്നെ കണ്ണി കണ്ടവരെല്ലാം എടുത്തിട്ട് പെരുമാറി. മാതൃരാജ്യത്തിന്റെ മാനം കാത്ത എന്റെ മാനം പോയി. ഈ മോഹൻലാല്, ലഫ്റ്റനന്റ് കേണൽ മോഹൻലാല് മറ്റേ വയനാട് ദുരന്തബാധിത മേഖല സന്ദർശിക്കുന്ന സമയത്ത് ചവിട്ടി പുറത്താക്കാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ? അയാൾക്ക് ചുറ്റും കുറെ പട്ടാളക്കാരും റെസ്ക്യൂ ഓപ്പറേറ്റേഴ്സും നാട്ടുകാരൊക്കെ കൂടി നിന്ന് മിനിമം ഒരു 2-3 മണിക്കൂറെങ്കിലും കളഞ്ഞിട്ടുണ്ട്. എന്നാ നമുക്കത് നേരിട്ട് ചോദിക്കാം. മുഖം പൊത്തി ഞാനൊരു നാണം ഉളുപ്പും ഇല്ലാത്തവനൊക്കെ ഇറങ്ങിയേക്കോ തുണി ഓരോ വേഷം ചുറ്റിക്കൊണ്ട് നാണമുണ്ടോ ഇയാൾക്ക്? 10:45 കവലയെന്നൊരു ബസ്സുണ്ട്. അല്ലേ തന്നെ എന്റെ വാരഫലത്തില് ഈ ആഴ്ച ഒരുത്തനെ തല്ലുന്നുണ്ട്. അത്രയും ടൈം വേസ്റ്റ് ആക്കാനും വേണ്ടും എന്തും ഇയാൾ അവിടെ പോയി പറഞ്ഞതെന്നൊന്ന് പറയിക്കാവോ ഇയാളെ കൊണ്ട്? പറയുന്നതാ അസത്തെ. നിന്നെ ആരാടാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ആരുടെ 16 അടിയന്തരത്തിനാടാ നീ വന്നത്? അല്ല, എനിക്കറിയാത്തോണ്ട് ചോദിക്കോ. ഈ ഇങ്ങനെയൊക്കെ വരുന്നവനൊക്കെ എന്തറിഞ്ഞോണ്ടേ വരുന്നേ? ഇതെന്നാ ടൂറിസ്റ്റോ? ചുമ്മാ വായും പൊളിച്ചു പോയി നിൽക്കുക, അവരുടെ അത്രയും സമയം കളയുക. ഇവൻ മഹാ തെണ്ടി തന്നെ. പട്ടാളക്കാർ അവിടെ പണിയെടുക്കാൻ പോയേക്കുന്നവരും ഇവന് ചുറ്റും നടക്കുക. ഇവിടെ നിന്നൊരു മൊണ്ണ പോയേക്കുക കാണാൻ. പാമ്പാവൻ, നല്ല അസല് വിഷപ്പാമ്പ്. ദുരന്തബാധിത പ്രദേശം ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ സന്ദർശിച്ചെന്ന്. എന്തിന് സന്ദർശിച്ചു? ഇവൻ ആരാ? എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുക. അങ്ങനെ എന്തോ ഇവന്റെയൊക്കെ ക്വാളിറ്റി അവിടെ ചെന്ന് നിൽക്കാൻ. അത് പറയാൻ താരാണോ? യു ഷട്ട് യുവർ ബ്ലഡി മൗത്ത്. ഔട്ട് 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 ഔട്ട്. ഒരാളെ മോഹൻലാലിനെ വളരെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ചുകൊണ്ട് അതാ തെണ്ടിയുടെ സ്ഥിരം പരിപാടിയാ. മോഹൻലാൽ ചെയ്തത് അയാൾ ടെറിട്ടോറിയൽ ആർമിയുടെ ഒരു ഭാഗമായതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ ആ സമയത്ത് പോകാൻ പറ്റി. നിന്റെ വഴി അല്പം വളഞ്ഞുപോയി. നീ കാണിച്ച് വിവരക്കേടാ. ഏതായാലും എന്റെ കാര്യം പോക്കാ. നമ്മൾ പലരും അവിടെ ഒന്ന് പോകണമെന്ന് വിചാരിച്ചിട്ട് സാധിക്കുന്നില്ല. അത് അദ്ദേഹം ചെയ്തൊരു വലിയ പ്രവൃത്തിയെ അഭിനന്ദിക്കുന്നതിന് പകരം വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ ഒരുപാട് അധിക്ഷേപിക്കുന്നത് കണ്ടപ്പോൾ ഒരു വ്യക്തി എന്ന നിലയിൽ, അദ്ദേഹത്തിന്റെ ഒരു സഹപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് വലിയ വിഷമമുണ്ടായി. വിവരവും വിദ്യാഭ്യാസവും സംസ്കാരവും ഇല്ലാത്ത കഴുത മാന്യന്മാരോട് പെരുമാറാൻ അറിയാമല്ല, സംസാരിക്കാൻ അറിയാമല്ല. അതുകൊണ്ടാണ് ഞാനത് പോലീസിൽ ഇടപെടുകയും ഞാൻ റിട്ടേൺ ആയിട്ടുള്ള കംപ്ലൈന്റ് കൊടുക്കുകയും ഇതിനെതിരെ ഒരു നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത്. വളരെ നന്നായി. ഈ കണ്ണിന്ന് പൊന്നിച്ച പറക്കുന്ന ആൾക്കാർ പറയാറില്ലേ? ഞാനത് വിശ്വസിച്ചിട്ടേ ഇല്ല. ഒരൊറ്റ അടി. ഞാനൊരു പാടും കയറാൻ വന്നതാ. ജാമ്യം കിട്ടുന്ന യാതൊരു ഹോപ്പും വേണ്ട. യോഗം ഉണ്ടെങ്കിൽ 10-14 വർഷം കഴിഞ്ഞ് കാണാം.